ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ നിലയിൽ ഒരുമിച്ച് കൂടി വരുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. SBS പത്തനംതിട്ടയുടെ ഈ ദൈവവചന പഠന പരമ്പരയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ 21-ാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തിമോഥെയോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ മുഖവുര നോക്കിയതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് ആരെഴുതി, എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് നാം പുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച പോലെ അപ്പോസ്തലനായ പൗലോസാണ് തിമോഥെയോസിന് ഈ ലേഖനം എഴുതിയത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നില്ല. തിമോഥെയോസിന്റെ 1ഉം 2ഉം ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനവും ഇടയലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്. സഭയ്ക്ക് ആവശ്യം വേണ്ടുന്നതായ നിർദ്ദേശങ്ങളാണ് ഈ ലേഖനങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, സഭയോടുള്ള ബന്ധത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നാം എങ്ങനെയായിരിക്കുന്നു, എന്തായിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കുന്നു. അവിടെ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് വന്ദനം ചൊല്ലുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അതായത് ഗ്രീറ്റിംഗ്സ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഗ്രീറ്റിംഗ്സിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന വാക്യം, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. നമുക്കറിയാം, ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ മുഖവരയിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ടാണ് ഇതിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പൗലോസ് പറയുന്നത് പൗലോസ് ആർക്ക് എഴുതുന്നു എന്നുള്ളത് പൗലോസ് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണെന്ന് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്, പ്രസ്താവിക്കുകയാണ്. അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം. മിഷണറി പ്രവർത്തനങ്ങൾക്കായി കർത്താവ് തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പൗലോസ് ഈ ലേഖനത്തിൽ 12-ാം വാക്യത്തിലും അതുപോലെ 2-ാം അധ്യായം 7-ാം വാക്യത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി പോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അപ്പോസ്തലനായി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യവുമായി അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. ആ കാര്യം പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസിനെ ഈ കാര്യം ദൈവം ഏൽപ്പിച്ചു എന്നുള്ളത് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 23-ാം വാക്യത്തിലും അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യത്തിലൊക്കെ അവിടെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. മെസ്സഞ്ചർ അല്ലെങ്കിൽ സന്ദേശവുമായിട്ട് അയക്കപ്പെട്ടവൻ എന്ന് പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിനെ അതിനായിട്ട് കർത്താവ് നിയോഗിച്ചു. പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ദൈവഹിതത്താലുള്ള തന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് തന്റെ ലേഖനങ്ങളെല്ലാം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് നാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, എഫേസ്യ ലേഖനം 1-1, അതുപോലെ കൊലോസ്യർ 1-1, 2 തിമോത്തി 1-1, ഇവിടെ എല്ലാം ദൈവഹിതത്താലുള്ള തന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
എങ്ങനെയാണ് താൻ വിളിക്കപ്പെട്ടത് എന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. കർത്താവിനാൽ വിളിക്കപ്പെട്ടത്, കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടത് ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുക. 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പൗലോസ് പറയുക, അവിടെ തിമത്യോസിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിന് എഴുതുന്നു. ഇത് പൗലോസ് ഈ തിമത്യോസിന് ലേഖനം എഴുതിയത് നിജപുത്രൻ, അതായത് പൗലോസിന്റെ 1-ാമത്തെ മിഷണറി യാത്രയിലായിരിക്കാം പൗലോസ് മുഖാന്തരം ഈ തിമത്യോസ് രക്ഷിക്കപ്പെട്ടുവാൻ കാരണമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസ് എന്ന് പൗലോസ് ഇവിടെ വിളിക്കുന്നത്. തിമത്യോസിന്റെ പശ്ചാത്തലം അത് നമുക്ക് പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ലിസ്രയിൽ പൗലോസ് പോയതായിട്ടും അവിടെ സുവിശേഷം പ്രസംഗിച്ചതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തിമത്യോസിനെ കുറിച്ച് വളരെ അനുഗ്രഹീതമായ നിലയിലാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പൗലോസ് 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്: അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്യോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്രയിലും ഇക്കോനിയിലുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അപ്പം തിമത്യോസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസിന് അറിയാം. അപ്പോൾ ആ പൗലോസിനെ ആത്മീയമായി വളർത്തിയെടുക്കുവാൻ പൗലോസ് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആ തിമത്യോസിന് പൗലോസ് ലേഖനം എഴുതുന്ന സമയത്ത് പറയുന്നത് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസ് എന്നാണ് തന്നെ സംബോധന ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ മറ്റൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, പൗലോസ് സാധാരണ പറയുന്ന ഒരു ഗ്രീറ്റിംഗ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, തിമോത്തി വാസ് ഐഡന്റിഫൈഡ് ആസ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് റെസിപ്പിയന്റ്. അതായത് തിമത്യോസിനാണ് എഴുതുന്നത്. തിമത്യോസിന് പൗലോസിന്റെ ജീവിതത്തിൽ വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. പൗലോസ് പറയുകയാണ്, പോൾ saw him as his true son in the faith. അപ്പം പൗലോസിനാൽ ആയിരിക്കണം ഈ തിമത്യോസ് രക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് അനുമാനിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, പുതിയ നിയമത്തിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു വന്ദന രീതി അല്ല പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ പൗലോസ് പറയുന്നത് കൃപയും കരുണയും എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് കൃപയും സമാധാനവും. കൃപയും സമാധാനവും എന്നാണ് സാധാരണ പൗലോസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് തിമത്യോസിന് എഴുതുമ്പോൾ പറയുന്നത് കൃപയും കനിവും സമാധാനവും എന്ന് ചേർത്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ലേഖനങ്ങളിൽ പൗലോസ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് തിമത്യോസിന്റെ 1-2 ലേഖനങ്ങളിലും തീത്തോസിന്റെ ലേഖനത്തിലും ഒരേ ശൈലി തന്നെയാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. കൃപയും കനിവും സമാധാനവും. ഇതേ മാതൃക തന്നെയാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ 2-ാം ലേഖനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപക്ഷെ ഇത് വ്യക്തിപരമായ ലേഖനങ്ങൾ ആയതുകൊണ്ടായിരിക്കാം ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ പത്യോപദേശവും അതിന്റെ പഠിപ്പിക്കലുകളെ കുറിച്ചുമാണ് 3-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഔട്ട്ലൈനിൽ നമ്മളത് കാണുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പത്യോപദേശം, ഇൻസ്ട്രക്ഷൻ കൺസേണിങ് ഫോൾസ് ടീച്ചേഴ്സ്. അപ്പം പത്യോപദേശവും അതിന്റെ പഠിപ്പിക്കലും. അതിന്റെ ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് വാണിംഗ് അഗൈൻസ്റ്റ് ഫോൾസ് ടീച്ചേഴ്സ്. അതിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സവിസ്തരം ആ കാര്യം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ദുരുപദേശത്തിന് എതിരായിട്ടുള്ള മുന്നറിയിപ്പാണ് പൗലോസ് ഈ ഭാഗത്ത് നൽകുന്നത്, ഈ അധ്യായത്തിൽ നൽകുന്നത്. വിശ്വാസികളെ തെറ്റിക്കുവാൻ ദുരുപദേഷ്ടാക്കന്മാർ ശ്രമിക്കുന്നത് കൊണ്ട് വിശ്വാസികൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അതാണ് പൗലോസ് പ്രത്യേകിച്ച് പറയുന്ന കാര്യം. ഈ ഫോൾസ് ടീച്ചേഴ്സ് എന്നുള്ളത് അവര് അവിശ്വാസികളെ തേടി പോകുകയില്ല, അല്ലെങ്കിൽ അവിശ്വാസികളെ അവര് അധികം സമീപിക്കുകയില്ല. അവരധികം സമീപിക്കുന്നത് വിശ്വാസികളെയാണ്. വിശ്വാസികളെ
തെറ്റിലേക്ക് നയിക്കുവാനാണ് ഈ ഫോൾസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാർ അധികമായും ശ്രമിക്കുന്നത്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ കാലഘട്ടത്തിൽ, പൗലോസിന്റെയും അതുപോലെ യോഹനാന്റെയും ഒക്കെ കാലഘട്ടത്തില് വളരെയധികം ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ആയിരുന്ന ആ സമയത്ത് പൗലോസ് ഈ തിമോഥെയോസിനോട് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിനാണ്. അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് ആജ്ഞാപിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മിലിറ്ററി ഭാഷയാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മിലിറ്ററി ഭാഷയാണ്. 3-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്, ആജ്ഞാപിക്കുക. പൗലോസിന്റെ 2 ലേഖനങ്ങളിലായി ഈ വാക്ക് ഏതാണ്ട് 8 പ്രാവശ്യം പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആജ്ഞാപിക്കുക എന്നുള്ള വാക്ക് തന്റെ 2 ലേഖനങ്ങളിലായി 8 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം, നിങ്ങൾ സമയമുള്ളപ്പോൾ അത് വായിച്ചു നോക്കുക. 1 തിമോഥെയോസ് 1:3, 5-ാം വാക്യം, 1:18 വാക്യം, 4-ാം അധ്യായം 11-ാം വാക്യം, 5-ാം അധ്യായം 7-ാം വാക്യം, 6-ാം അധ്യായം 13-17 വാക്യങ്ങൾ, 2 തിമോഥെയോസ് 4:1. ഇങ്ങനെ 8 പ്രാവശ്യം തന്റെ ലേഖനങ്ങളിൽ താന് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ കമാൻഡ് അല്ലെങ്കിൽ ആജ്ഞാപിക്കുക എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് പൗലോസ് നൽകിയിരിക്കുന്ന ആജ്ഞ? അന്യത ഉപദേശിക്കരുത്. അന്യത ഉപദേശിക്കരുത്. അതിന്റെ ശരിയായ ആ ടെക്സ്റ്റിൽ, അതായത് ശരിയായ തർജ്ജമയിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന 3 ലേഖനങ്ങളിലായി 32 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദപ്രയോഗം 32 പ്രാവശ്യം പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പദപ്രയോഗം. അതായത് അന്യത ഉപദേശിക്കരുത്, അല്ലെങ്കിൽ ഉപദേശം, ഉപദേഷ്ടാവ്, ഉപദേഷ്ടാക്കന്മാർ, ഉപദേശിക്കുക എന്നീ പദങ്ങൾ ഏതാണ്ട് 3 ലേഖനങ്ങളിലുമായി 32 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് ഉപദേശം എന്നുള്ളത്. ഉപദേശത്തിൽ തെറ്റിപ്പോയാൽ എല്ലാറ്റിലും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ ഉപദേശത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തത്. ഉപദേശ സത്യങ്ങളെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും വളരെയധികം യത്നിക്കുകയും അവരതിനു വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും ചെയ്തത് ഉപദേശം എന്നുള്ളത്, കറകളഞ്ഞ ഉപദേശം പഠിച്ച് അതിൽ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാര്യത്തിലും പ്രായോഗികമാക്കുന്ന കാര്യത്തിലും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ബ്രദറുകാരായ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയും, നമ്മുടെ ഡോക്ട്രിൻ, അതായത് ഉപദേശം വളരെ നല്ല ഉപദേശമാണ്, പക്ഷേ പ്രാക്ടിക്കലി വി ആർ ഫെയിൽഡ്. പ്രായോഗികമായിട്ട് നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമ്മെക്കുറിച്ച് ഒരു കുറ്റം സാധാരണ മറ്റുള്ള ആളുകൾ പറയാറുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വളരെ വ്യക്തമായി ഉപദേശ സത്യങ്ങൾക്ക് വില കൊടുത്ത് അത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. പക്ഷെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വന്നു പോയിട്ടില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം, അതിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ച പോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പൊ എന്തിനാണ് പൗലോസ് തിമോഥെയോസിനെ എഫെസോസിൽ ആക്കിയത്? അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശമാണ് പൗലോസ് അവിടെ നൽകുന്നത്. എന്തിനാണ് അവിടെ ആക്കിയത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഈ പരിജ്ഞാനം എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഏത് പരിജ്ഞാനം? തിമോഥെയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഈ പരിജ്ഞാനം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതായി. അതായത് ഈ ഉപദേശ സത്യം, ഈ കറകളഞ്ഞതായ ഉപദേശം അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു.
എന്ന് പൗലോസ് പറയുകയാണ് 6-ാം അധ്യായം 20-ാം വാക്യത്തിലും. അതുപോലെ തന്നെ 2 തിമോഥെയോസ് 1-ാം അധ്യായം 14-ാം വാക്യത്തിലും നമുക്കത് കാണുവാൻ കഴിയും. അപ്പം ഈ പരിജ്ഞാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? അത് മറ്റുള്ളവർക്ക് കൈമാറണം. നീ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. നമ്മൾ പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. 2-ാം അധ്യായം 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 2 അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്: നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഏൽപ്പിക്കുക. നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിലെ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ടും കൂടെ നമുക്ക് സാധിക്കും. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? അവിടെ പൗലോസ് പറയുന്നത്, എന്തിനാണ് ഞാൻ നിന്നെ എഫെസോസിൽ വിട്ടേച്ചു പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നിന്നെ എഫെസോസിലാക്കിയത്? ഒരു നിലയിലും ദുരുപദേശം, അന്യതാ ഉപദേശം അവിടെ ഉപദേശിക്കരുത്. ദൈവമക്കൾ തെറ്റിലേക്ക് വലിച്ചിഴക്കപ്പെടുവാനായിട്ട് പാടില്ല. ദുരുപദേശം തടയപ്പെടണം. ടു സ്റ്റോപ്പ് ദോസ് ടീച്ചേഴ്സ് ഹു വെർ ബ്രിങ്ങിങ് ഇൻ ഫോൾസ് ഡോക്ട്രിൻസ്. അതാണ് പൗലോസിന്റെ ഉദ്ദേശം. അതായത് ദൈവമക്കളെ വലച്ചു കളയുന്ന ദുരുപദേശം സ്റ്റോപ്പ് ചെയ്യണം, അതിനെ നിർത്തൽ ചെയ്യണം. അതിലേക്ക് ആരും വീണുപോകുവാനായിട്ട് ഇടയായിത്തീരരുത് എന്ന കാര്യം പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. മാത്രമല്ല, എന്താണ് അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. അതിനാണ് പൗലോസ് തിമോഥെയോസിനെ എഫെസോസിൽ ആക്കിയത്. ഇപ്പൊ ദുരുപദേശം പഠിപ്പിക്കുന്നവരെ തടയുക ഒന്ന്. രണ്ടാമത്, വ്യാജ ഉപദേശങ്ങളെ, അതായത് ക്രിസ്തീയ വിശ്വാസത്തിന് വിരോധമായ ഉപദേശങ്ങളെ പഠിപ്പിക്കരുത് എന്ന് നിർദ്ദേശിക്കുവാൻ വേണ്ടിയാണ് പൗലോസ് തിമോഥെയോസിനെ അവിടെ ആക്കിയത്. പിന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ടു ടെൽ ദം ടു ടേൺ ഫ്രം ദെയർ ലെജൻഡ്സ് ആൻഡ് മിത്ത്. അതായത് ഈ കാര്യം, അതായത് അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കാതിരിപ്പാൻ അവരെ ഓർമ്മപ്പെടുത്തണം. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ യഹൂദന്മാരായ ആളുകൾക്ക് അങ്ങനെയുള്ളതായ തെറ്റായ ചില പഠിപ്പിക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ വളരെയധികം അന്തമില്ലാത്ത വംശാവലികളെ കുറിച്ചൊക്കെ പറയുന്നവരായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അത് സ്റ്റോപ്പ് ചെയ്യണം. ചില യഹൂദ ഗുരുക്കന്മാരുടെ മധ്യേ പറഞ്ഞു വന്ന പല പരമ്പരാഗതമായ കഥകളുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയും. പക്ഷെ ആ കഥകൾ കൊണ്ട് യാതൊരു വിധമായ പ്രയോജനവും ഇല്ല എന്നുള്ളത് പൗലോസ് പറയുകയാണ്. അപ്പം അവയെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അതുകൊണ്ട് ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, ദൈവവചനത്തിന് വിരുദ്ധമായ ദുരുപദേശങ്ങളെ സ്റ്റോപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, ടു ടേൺ ദം ഫ്രം ജീനിയോളജീസ് എന്ന് പറഞ്ഞാൽ വംശാവലികൾ, പ്രയോജനമില്ലാത്ത വംശാവലി. ആ അന്തമില്ലാത്ത വംശാവലികൾ, ധാരാളം അന്തമില്ലാത്ത വംശാവലികൾ, അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അതൊന്നും ഒരു ആത്മീക വളർച്ചയ്ക്ക് പ്രയോജനീഭവിക്കുന്നതല്ല. അതുകൊണ്ട് അവയൊക്കെയും സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പൗലോസ് അവിടെ നിർദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ എന്ന് പൗലോസ് പറയുന്നു. അപ്പം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3 ഉദ്ദേശങ്ങളെ കുറിച്ച് പൗലോസ് നിർദ്ദേശിക്കുകയാണ്. 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിശ്വാസ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ 3 പ്രധാന കാര്യങ്ങൾ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുക. എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്? അതായത് ാരത്തിന്റെയും സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൃദയം ശുദ്ധമായിരിക്കണം. ശുദ്ധ ഹൃദയം എന്നാണ്
പറയുമ്പോൾ മാത്രമേ ശുദ്ധ ഹൃദയം ഉണ്ടാവുള്ളൂ. നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പം ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാൻ. ആ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ പാപം ക്ഷമിക്കപ്പെടുകയും അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ശുദ്ധ ഹൃദയത്തെ ആ ഹൃദയത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ശുദ്ധ ഹൃദയം. പിന്നെ പറയുന്നു നല്ല മനസ്സാക്ഷി. മാത്രമല്ല ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ശുദ്ധ ഹൃദയം എന്ന് പറയുന്ന നല്ല മനസ്സാക്ഷിയുടെ അനന്തരഫലമാണ്. നല്ല മനസ്സാക്ഷി എന്നുള്ളത് ശുദ്ധ ഹൃദയത്തിന്റെ അനന്തരഫലമാണ് നല്ല മനസ്സാക്ഷി. ഒന്നുകൂടി പറയട്ടെ, ശുദ്ധ ഹൃദയത്തിന്റെ അനന്തരഫലമാണ് നല്ല മനസ്സാക്ഷി. അപ്പോസ്തലനായ പൗലോസ് 21 പ്രാവശ്യം തന്റെ ലേഖനങ്ങളിൽ ഈ ശുദ്ധ മനസ്സാക്ഷിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല മനസ്സാക്ഷി, ശുദ്ധ മനസ്സാക്ഷി എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ 21 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ 6 പ്രാവശ്യം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് തന്റെ ഇടയലേഖനങ്ങളാണ്. ഇടയലേഖനങ്ങളിൽ 6 പ്രാവശ്യം ഇത് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, നിങ്ങളത് സമയം പോലെ വായിച്ചു നോക്കുക. 1 തിമോഥെയോസ് 1-ാം അധ്യായം 5-ാം വാക്യം, അതുപോലെ 19-ാം വാക്യം, 3-ാം അധ്യായം 9-ാം വാക്യം, 4-ാം അധ്യായം 2-ാം വാക്യം, 2 തിമോഥെയോസ് 1:3, തീത്തോസിന്റെ ലേഖനം 1:15. ഈ വാക്യങ്ങളിൽ ശുദ്ധ ഹൃദയത്തെ കുറിച്ച്, നല്ല മനസ്സാക്ഷിയെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ നല്ല മനസ്സാക്ഷി? നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ചെയ്യുന്ന തെറ്റിനെയോ ശരിയെയോ ഉള്ളിൽ, അതായത് നമ്മുടെ ഹൃദയത്തിൽ വിധിച്ച് ബോധ്യമാക്കുന്നതിനെയാണ് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സാധാരണ പറയുമല്ലോ, അവന്റെ മനസ്സാക്ഷിയിൽ അതുണ്ട്, അല്ലെങ്കിൽ അവന്റെ മനസ്സാക്ഷി കുത്ത് കണ്ടോ എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലാണ് ശരിയായ അതിന്റെ ന്യായവിധി നടക്കുന്നത്. നാം ചെയ്യുന്ന തെറ്റിനെയോ ശരിയെയോ ഉള്ളിൽ നിന്ന് വിധിച്ച് ബോധ്യമാക്കുന്നതിനെയാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. റോമാലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നല്ല മനസ്സാക്ഷി. അപ്പം മനസ്സാക്ഷിക്കെതിരെ പാപം ചെയ്ത് അതിനെ മലിനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതും പൗലോസ് പറയുന്നുണ്ട്. മനസ്സാക്ഷിക്കെതിരെ പാപം ചെയ്ത് ആ മനസ്സാക്ഷിയെ മലിനപ്പെടുത്തുവാനായിട്ട് മനുഷ്യന് സാധിക്കും. തീത്തോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. അപ്പം നല്ല മനസ്സാക്ഷി. പിന്നെ പറയുന്ന 3-ാമത്തെ കാര്യം എന്താണ്? അപ്പം ശുദ്ധ ഹൃദയം ഉണ്ടാകണം, നല്ല മനസ്സാക്ഷി. 3-ാമത്തെ കാര്യം പൗലോസ് അവിടെ പറയുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട നിർവ്യാജമായ വിശ്വാസം, ജെന്യുവൻ ഫെയ്ത്ത്. നിർവ്യാജ വിശ്വാസം, അത് നിർവ്യാജ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനം എന്ത് പറയുന്നുവോ അതങ്ങനെ തന്നെ യാതൊരു സംശയവുമില്ലാതെ, വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻസ്, പൂർണ്ണമായും വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ ജെന്യുവൻ ഫെയ്ത്ത്, നിർവ്യാജമായ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിർവ്യാജമായ വിശ്വാസത്തിനെതിരെയാണ് ദുരുപദേഷ്ടാക്കന്മാർ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തെയാണ് പൗലോസ് ഖണ്ഡിക്കുന്നത്. പൗലോസ് പറയുന്നത് അത് അല്ലെങ്കിൽ അത് മാറ്റിക്കളയണം. അപ്പം ഈ എങ്ങനെയാണ് ഈ ജെന്യുവൻ ഫെയ്ത്ത് ഇല്ലാതെ വരുന്നത്? അതവിടെ പറയുന്നുണ്ട്. ഒന്നാമത്, ഇതിനെതിരായ വ്യാജ ഉപദേഷ്ടാക്കന്മാർ, അതായത് വ്യാജ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്നത് നിർവ്യാജ വിശ്വാസത്തിനെതിരായിട്ട് ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ കാര്യങ്ങളെ പറയുക അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിക്കുക. 1-ാമത്തെ കാര്യം, അഴിമതി നിറഞ്ഞതായ മനസ്സും ഹൃദയവും. അവിടെ പറയുന്നുണ്ട്, ഹാഡ് എ കറപ്റ്റഡ് ഹാർട്ട് ആൻഡ് മൈൻഡ്. 6-ാം അധ്യായം, തീമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. അപ്പം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ നിർവ്യാജ വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
രണ്ടാമത് പറയുന്നത് നിർവ്യാജമായ അതായത് മലിനമായ ഹൃദയം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ മനുഷ്യർ. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് ഹാഡ് എ സീഡ് കോൺഷ്യൻസ്, അതായത് ചൂട് പിടിച്ച മനസ്സാക്ഷി. ഈ ചൂട് പിടിച്ച മനസ്സാക്ഷി എന്നൊക്കെ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചൂട് പിടിച്ച മനസ്സാക്ഷി എന്നാണ്. അതിന്റെ 4-ാം അധ്യായം 1 തിമോഥെയോസ് 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂട് വെച്ചവരായി. ഞാനതിങ്ങനെ ചിന്തിക്കുകയുണ്ടായി, എന്താണ് ഇംഗ്ലീഷിൽ അത് പറയുന്ന ഷീഡ് എന്ന്. അപ്പം ഈ ചൂട് പിടിച്ച മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട് പിടിച്ച മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ മരവിച്ച മനസ്സാക്ഷി എന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് മരവിച്ച മനസ്സാക്ഷി, അല്ലെങ്കിൽ കരിഞ്ഞ, അതിന്റെ ശരിയായ അർത്ഥം കരിഞ്ഞുണങ്ങിയ മനസ്സാക്ഷി, അത് പിന്നെ മരവിച്ചതായ മനസ്സാക്ഷി. അത് അങ്ങനെയുള്ളവർ, അതായത് ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് ഈ മരവിച്ചതായ മനസ്സാക്ഷി. അവർക്ക് മനസ്സാക്ഷിയിൽ യാതൊരു കുത്തുമില്ല, യാതൊരു തെറ്റിന്റെ യാതൊരു ബോധവും മനസ്സാക്ഷിയിൽ ഉണ്ടാകുകയില്ല. അവരുടെ മനസ്സാക്ഷി മരവിച്ചു എന്ന്. ഈ ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടൊക്കെ ഇന്ന് ധാരാളം ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. നമ്മളിത് പഠിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പൗലോസിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേവലം നാം തള്ളിക്കളയുന്ന ഒരു കാര്യമല്ല ഇത്, കളയേണ്ട ഒരു കാര്യമല്ല. ഇന്ന് നമുക്ക് ചുറ്റും ഈ ദുരുപദേശങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അഴിമതി നിറഞ്ഞ മനസ്സും ഹൃദയവും. 2, ചൂട് പിടിച്ച മനസ്സാക്ഷി, അതായത് മരവിച്ച മനസ്സാക്ഷി. 3-ാമത് പറയുന്നത് വിശ്വാസത്തോടെ എതിർത്ത് നിൽക്കുന്നവർ. വിശ്വാസത്തോട് ആൻഡ് വേർ ട്രൈറ്റേഴ്സ് ടു ദ ഫെയ്ത്ത്, വിശ്വാസത്തോട് എതിർത്ത് നിൽക്കുക. ഇതാണ് ദുരുപദേഷ്ടാക്കന്മാരുടെ കാര്യം. ഞാൻ ഇന്ന് ക്ലാസ് എടുത്ത സമയത്ത്, ഞാൻ കോളേജ് ക്ലാസ് എടുത്തപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ കാര്യം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച സാറേ എന്നെ ഒരു വ്യക്തി സമീപിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ സംസാരിച്ചു, പറഞ്ഞു, ഹു ടോൾഡ് യു ജീസസ് ഈസ് ലോർഡ്? യേശുക്രിസ്തു ദൈവമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞ്? യേശുക്രിസ്തു ഒരു പ്രവാചകനാണ് എന്നൊക്കെ തന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് ദുരുപദേഷ്ടാക്കന്മാരാണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഇന്നത്തെ നമ്മുടെ തലമുറ വചനം പഠിക്കുന്നതിൽ വളരെ വിരക്തി കാണിക്കുന്നവരാണ്. ഞാൻ വളരെ ദുഃഖത്തോടെയാണ് അത് പറയുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരായ യുവതി യുവാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ദൈവവചനത്തിലേക്ക് ആകർഷണം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനം വായിക്കുവാനോ ദൈവവചനം ധ്യാനിക്കുവാനോ ദൈവവചനം പഠിക്കുവാനോ അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനോ കഴിയാത്ത ഒരു തലമുറയാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉപദേശ സത്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടായാൽ അവിടുന്ന് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണ് പലപ്പോഴും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി അതിനോട് കൂറുപുലർത്തി അത് നമ്മൾ എത്രമാത്രം മനസ്സിലാക്കി ജീവിക്കേണ്ടവരാണ്. ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ച് അവര് ഉപദേശ സത്യങ്ങളെ വളച്ചൊടിച്ച് അത് പ്രയോജനമില്ലാത്തതാക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല, അവരും പ്രയോജനമില്ലാത്തവരായി തീരുക. അപ്പൊ അവരുടെ വാക്കുകൾ സത്യമല്ലാത്തതാണ്. ഈ ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മളൊന്ന് സംസാരിച്ചാൽ നമുക്കറിയാം, അവര് പറയുന്ന എന്താണെന്ന് പറയുന്നത് എന്താണെന്ന് അവർക്കറിയത്തില്ല. അവര് എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധ്യവും അവർക്കില്ല. അവരെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവവചനത്തിലെ സത്യങ്ങളെ ഗ്രഹിച്ച് അത് മനസ്സിലാക്കുവാനും നമ്മുടെ തലമുറകളെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ സഭകളിൽ നേതൃത്വ സ്ഥാനത്തുള്ളവർ അതിനുവേണ്ടി വളരെ പരിശ്രമിക്കുകയും ദൈവവചനം നല്ല നിലയിൽ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ സ്ഥലസഭകളിലൊക്കെ ബൈബിൾ ക്ലാസ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ ക്ലാസ്സിനൊന്നും വേണ്ട പ്രസക്തി ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അതാണ് പൗലോസ് തിമോഥെയോസിനോടുള്ള ബന്ധത്തിൽ പറയുന്നതായ കാര്യം. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ
ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരാകുവാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല താനും. അവരെന്താണ് പറയുന്നത്, അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് വളരെ ഒരു അപകടത്തിലേക്ക്, ദുരുപദേശം വിശ്വാസികളെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. ഇറ്റ് ഈസ് ട്രാജിക് വെൻ പ്രൊഫസ്ഡ് ക്രിസ്ത്യൻസ് get off course because they refuse. ദൈവത്തിന്റെ വചനത്തിലെ പത്യോപദേശം, ഏറ്റവും വളരെ വിലയുള്ളതായ ഉപദേശം, അത് തിരസ്കരിച്ചാൽ, അത് നിരസിച്ചാൽ അവര് വലിയ അപകടത്തിൽ ചെന്ന് വീഴും എന്നുള്ളത് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസ് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പത്യോപദേശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അത് ഹെൽത്തി ഡോക്ട്രിൻ, അതായത് പഥ്യ ഉപദേശം. 1-ാം അധ്യായം 10-ാം വാക്യം, പഥ്യ ഉപദേശം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത ശരിയായ ഉപദേശം. രണ്ടാമത് ഭക്തിക്കൊത്ത ഉപദേശം. 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ദൈവഭയത്തോടു കൂടിയുള്ളതായ ഉപദേശം. 6-ാം അധ്യായം 3-ാം വാക്യം. പിന്നെ മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന പഥ്യവചനം, സൗണ്ട് വേർഡ്സ്, പഥ്യവചനം. 2 തിമോഥെയോസ് 1:13 പഥ്യവചനം. 4-മത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പഥ്യമായ അല്ലെങ്കിൽ സത്യോപദേശം. 2 തിമോഥെയോസ് 4:3, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യത്തിലൊക്കെ വീണ്ടും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സത്യമായ ഉപദേശം, പഥ്യോപദേശം, ശരിയായ ഉപദേശം. 5-മതായി വിശ്വാസം, അതായത് ദൃഢമായ വിശ്വാസം, വിശ്വാസം, നിർമ്മലമായ വിശ്വാസം. ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. 6-മത് പൗലോസിനെ കുറിച്ച് പറയുന്ന ഉപദേശത്തിൽ നിർമ്മലതയും, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. അതായത് പഥ്യ ഉപദേശം അല്ലെങ്കിൽ പ്രസംഗം, ഉപദേശത്തിൽ നിർമ്മലത എന്നീ കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അതിന്റെ മുമ്പോട്ട് വരുമ്പോൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് പറയുക, ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റു ഏതിനും അത്ര വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്നും നാം അറിയുന്നു. വീണ്ടും പൗലോസ് ഇവിടെ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുകയാണ്. ന്യായപ്രമാണത്തെ കുറിച്ച് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല ലിസ്റ്റുകളിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ പട്ടികയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ. ഏതാണ്ട് ഇവിടെ പറയുന്നുണ്ട്, ന്യായപ്രമാണം വിധിക്കുന്ന 14 കൂട്ടം ആളുകളെ കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് എണ്ണി നോക്കിയാൽ അത് കാണുവാനായിട്ട് കഴിയും. അതായത് ന്യായപ്രമാണം വിധിക്കുന്ന 14 കൂട്ടം ആളുകൾ. അപ്പം ദൈവം നമ്മെ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. നാം പിന്നെയും ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോകരുത്. നമ്മളെ സ്വതന്ത്രരാക്കി വെച്ചിരിക്കുകയാണ്. ഗലാത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്, അതിലേക്ക് കുടുങ്ങിപ്പോകരുത്. ഇവിടെ നോക്കുക, ഞാൻ വാക്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പല ഇടങ്ങളിലും ഈ പറയുന്ന പാപങ്ങളെ കുറിച്ച്, പാപങ്ങളുടെ പട്ടികയെ കുറിച്ച് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. ഇവിടെയെല്ലാം ഈ പാപങ്ങളുടെ പട്ടികയെ കുറിച്ച് പറയുന്നുണ്ട്. പല പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളതായ ന്യായപ്രമാണം പറയുന്ന പാപങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിൽ ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്
അതിൽ നിന്ന് ന്യായപ്രമാണം മുഖാന്തരം രക്ഷിക്കപ്പെടുവാൻ കഴിയും. നമുക്കറിയാമല്ലോ, ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ന്യായപ്രമാണം ആരും എന്ത് ചെയ്യുന്നില്ല, രക്ഷിക്കുന്നില്ല. ന്യായപ്രമാണം പിന്നെ എന്താ ചെയ്യുന്നത്? ന്യായപ്രമാണം പാപത്തെക്കുറിച്ചും പാപികൾക്കൊരു രക്ഷകനെ അല്ലെങ്കിൽ രക്ഷിതാവിനെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ആരും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ രക്ഷിക്കപ്പെടുന്നില്ല. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യർ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് നാം അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ഇപ്പൊ രക്ഷ എന്നുള്ളത് വിശ്വാസത്താൽ മാത്രമാണ്. പിന്നെ എന്താണ് പൗലോസോട് പറയുന്നത്? ഈ പാപിയായ മനുഷ്യന് ന്യായപ്രമാണത്താൽ രക്ഷ സാധ്യമല്ല. പിന്നെ ന്യായപ്രമാണം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് പാപത്തിനൊരു ശിക്ഷയുണ്ട്, ആ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ന്യായപ്രമാണം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ നിന്നും വിടുവിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും റോമാലേഖനം 1-ാം അധ്യായം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യായപ്രമാണത്താൽ അല്ല. ഇവിടെ നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതില് പൗലോസ് പറയുന്ന കാര്യങ്ങൾ, ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകന്മാർ എന്നിങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ 10 കൽപ്പനകളെ പൊതുവായിട്ട് 2ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ് പൗലോസ്. നമുക്കറിയാം, 10 കൽപ്പനകളെ 2ആയിട്ട് വിഭജിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ 4 ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലും പിന്നീടുള്ള 6 കൽപ്പനകൾ മനുഷ്യനുമായിട്ടുള്ള മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടിയ കാര്യങ്ങളെ കുറിച്ചുമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ 5 മുതലുള്ള ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. 5 മുതലുള്ള ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്ന കൽപ്പനകളെ കുറിച്ച് പറയുന്നുണ്ട്. 5th commandment, those who mistreat and dishonor parents, മാതൃഹന്താക്കൾ, പിതൃഹന്താക്കൾ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 6th commandment, മർഡേഴ്സ്, കൊലപാതകന്മാർ. 7ാമത്തെ കൽപ്പന അഡൾട്ടറേഴ്സ്, അതായത് വ്യഭിചാരികൾ ചെയ്യരുത്. പിന്നെ 8ാമത്തെ കൽപ്പന കിഡ്നാപ്പേഴ്സ് ആൻഡ് സ്ലേവ് ഡീലേഴ്സ്. 9ാമത്തെ കൽപ്പന അവിടെ പറയുന്നത് ലയേഴ്സ് ആൻഡ്, അതായത് കള്ളന്മാർ, കള്ളസത്യം പറയുന്നവർ. ഇതെല്ലാം മോറൽ ലൈഫിനോട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, ഇതിൽ നിന്ന് രക്ഷിക്കപ്പെടണം എന്നുള്ളത് പറയാതെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ ആ വിശ്വാസത്തിൽ നിന്ന് മറിച്ചു കളയുവാനാണ് ദുരുപദേഷ്ടാക്കന്മാർ ശ്രമിക്കുന്നത് എന്ന കാര്യം പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. 11ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പൗലോസ് പറയുക, എന്താണ് പറയുന്നത്? 1 തിമോഥെയോസ് 1-ാം അധ്യായം 11-ാം വാക്യം, ഈ പരിജ്ഞാനം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ. അതാണ് പാപിയെ രക്ഷിക്കുന്നതായ സുവിശേഷം. പൗലോസ് അത് അനുഭവിച്ചതാണ്. പൗലോസ് ആ സുവിശേഷത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയതാണ്. പൗലോസ് ആ സുവിശേഷത്തിന്റെ ശക്തി അനുഭവിച്ച വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയാ, ഇതാണ് പൗലോസിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിന്റെ മാഹാത്മ്യം, ഈ യഥാർത്ഥമായ ഉപദേശം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ഇപ്പൊ സുവിശേഷത്തിന്റെ പ്രാധാന്യത പൗലോസ് ഇവിടെ പറയുകയാണ്.
പൗലോസ് അത് മനസ്സിലാക്കിയതാണ്. റോമാലേഖനത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. ആ സുവിശേഷത്തിന്റെ മഹത്വത്തെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് പറയുന്നു ഈ കാര്യം, അതായത് ഈ സുവിശേഷം പൗലോസിനെയാണ്, ഈ മഹത്വമുള്ള സുവിശേഷം പൗലോസിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസിന് സുവിശേഷം പറയുവാനുള്ള ആ വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. റോമാലേഖനം പൗലോസ് എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഞാൻ കടക്കാരനാണ്, ഞാന് അതിനുവേണ്ടി ഞാൻ മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഞാൻ കടക്കാരനാണ്, ഈ സുവിശേഷം എന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, എന്നെ അത് നിർബന്ധിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരീസഹോദരന്മാരെ, ദുരുപദേശം നമുക്ക് ചുറ്റുപാടുമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറയട്ടെ, ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും. അപ്പോസ്തലന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. പൗലോസക്കാരും പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യം പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ച് എന്താണ് നമ്മൾ കൂടുതലായി പ്രാധാന്യം നൽകേണ്ടത്? പത്യോപദേശം ഉപദേശിപ്പാനും അത് പ്രായോഗികമാക്കുവാനും സഭകൾക്ക് സാധിക്കണം. കേവലം അറിഞ്ഞിരുന്നു കൊണ്ട് സാധ്യമല്ല, അത് പ്രായോഗികമാക്കണം. സഭകളിലെ ദുഷ്ടാത്മ സേനകളെ ഭയപ്പെടരുത്. ഇന്ന് സഭകളിൽ തന്നെ നമ്മൾ ദൈവവചനം യഥാർത്ഥമായി പഠിപ്പിച്ചാൽ അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് എതിർപ്പുകൾ അല്ലെങ്കിൽ എതിരിടുന്ന ആളുകളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചിലര് സത്യ ഉപദേശം പഠിപ്പിക്കുവാനായിട്ട് ഭയപ്പെടുന്നവരുണ്ട്. ഒരിക്കലും അത് പാടില്ല. അവർ കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സകല തിന്മയും കളവായി പറയുവാനായിട്ട് സാത്താനാൽ അവര് പ്രേരിപ്പിക്കപ്പെടുകയാണ്. കാരണം ഇക്കൂട്ടർ ശരിയായ മാനസാന്തരത്തിന്റെ അനുഭവമില്ലാതെ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെടാത്തവരുണ്ടാകാം. അവരെന്ത് ചെയ്യുന്നു? അവർ സത്യോപദേശം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പത്യോപദേശം പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാദേശിക സഭകളിൽ പത്യോപദേശ പഠനങ്ങൾ ഉണ്ടാകണം. അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. പൗലോസിന് വളരെ വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നല്ലോ. അതല്ലേ പൗലോസ് പറഞ്ഞത്, ഈ പരിജ്ഞാനം എന്നിൽ ഫലം ഏൽപ്പിച്ചിരിക്കുന്നതായി. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ദേവദാസന്മാർ, സുവിശേഷന്മാരുണ്ടാകാം, മൂപ്പന്മാരായിട്ടുണ്ടാകാം. നമ്മൾ ഒന്നൊന്ന് വിചിന്തനം ചെയ്യുക. നമ്മൾ യഥാർത്ഥമായി ദൈവവചനത്തിലെ സത്യോപദേശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണോ എന്ന് നമ്മെ തന്നെ ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കുവാൻ നമുക്കിടയായിത്തീരണം. അതുകൊണ്ട് നമ്മുടെ സഭകളിൽ അശുദ്ധമായതിനെ കണ്ടാൽ അതിനെ ഖണ്ഡിക്കുവാൻ, അതിനെ നീക്കിക്കളയുവാൻ നേതൃത്വത്തിന് ഇടയായിത്തീരണം. സഭ ദൈവത്തിൻ്റെതാണെന്നും അവിടെ നടക്കേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യഥാർത്ഥമായി ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതായിരിക്കണം ഈ പഠനം കൊണ്ട് സാധിക്കണം. ഇന്ന് രാത്രി നമ്മൾ കേട്ടതായ കാര്യങ്ങൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഈ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഉപദേശം, സത്യമായ നിർമ്മലമായ ഉപദേശം എങ്ങനെയാണ് തിമോഥെയോസേ നീ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അത് നമ്മോടുമുള്ള ഉപദേശമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് നമ്മൾ ഈ ഉപദേശം മനസ്സിലാക്കി ജീവിക്കുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉപദേശം മുറുകെ പിടിച്ചുകൊണ്ട് ഉപദേശത്തിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്നുള്ള ആ വിളി കേൾക്കാൻ ഒരുക്കത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. അതിന് ഈ പഠനവും മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം.